അത് വേണം ചന്ദ്രു. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം. ഇതെന്താ, അച്ഛനും അമ്മയും വഴക്കിടുവാണോ? അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ജീവിച്ചിട്ട് ഇത്രയും കാലം വരെ ഞങ്ങൾക്ക് ഒരേ മനസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മക്കള് വളർന്നപ്പോ അതും കീറി മുറിക്കപ്പെട്ടിരിക്കുന്നു. അരുത് മാധവേട്ട, വേദനിക്കരുത്. മാധവന് ചന്ദ്രയ്ക്കും ഒരേ ഒരു മനസ്സേ ഉള്ളൂ. കീറി മുറിക്കാൻ ഒരു ശക്തിക്ക് സാധിക്കില്ല. കണക്കെഴുതാൻ ഞാൻ സഹായിക്കാം. അത് വേണ്ട, കണക്കെഴുതാൻ ഞാൻ സഹായിക്കാം. അതൊരു മരുമകളുടെ കടമയും അവകാശമല്ലേ. ദേ, അമ്മ പോയി കിടന്നോ. മീനാക്ഷിയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. ചന്ദ്രു പോയി വിശ്രമിച്ചോളൂ. ചെല്ല് ചന്ദ്രു, ഇത് ഞാൻ തീർത്തോളാം. മക്കളുടെയും ഭർത്താവിന്റെ നടുവിൽപ്പെട്ട് അമ്മ വല്ലാതെ വീർപ്പ് മുട്ടു അച്ഛാ. സ്വന്തം മക്കൾ കയറി ഭർത്താവ് കേസ് കൊടുക്കുന്നത് ഒരു ഭാര്യ സമ്മതിക്കുമായിരിക്കും, ഒരു പെറ്റമ്മ സമ്മതിക്കില്ല അച്ഛാ. മോള് പറഞ്ഞതാ ശരി. മക്കൾക്കെതിരെ അച്ഛൻ കേസ് പറയുമ്പോ എന്റെ ഭാര്യയ്ക്കുള്ളിലെ അമ്മ വല്ലാതെ നീറുമെന്ന് എനിക്കറിയാം. എന്നാലും കേസ് ഞാൻ പിൻവലിക്കില്ല. മാധവന്റെ ഉള്ളിലെ ഭർത്താവ് നീറില്ല. അച്ഛൻ നീറുന്നതല്ലേലും ആരും അറിയാറില്ലല്ലോ. അങ്ങനെ വിധിക്കപ്പെട്ടവരാ എല്ലാ അച്ഛന്മാരും. മോളെ അമ്മയുടെ അടുത്തേക്ക് ചെല്ല്, ഇല്ലെങ്കിൽ ചന്ദ്രു ആകെ വിഷമിക്കും. ചെല്ലു മോളെ, ചെല്ലേ.